നമസ്കാരം സുഹൃത്തുക്കളെ, ശ്രീരാം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുവിനെക്കുറിച്ച്. വാസ്തു വാടക വീടിനും ബാധകമാണെന്ന് പറഞ്ഞിട്ട് ചില വ്യക്തികൾ, ചില സുഹൃത്തുക്കൾ നമ്മളെ അറിയിക്കാറുണ്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും. സത്യത്തിൽ വാടക വീടായാലും സ്വന്തം വീടായാലും വാസ്തു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വാടക വീട്ടിലായാലും നമ്മൾ താമസിക്കുന്ന ഒരു വീടാണല്ലോ. അത് കണക്കാക്കി നോക്കുമ്പോൾ വാടക വീട്ടിലെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ആ താമസിക്കുന്ന വ്യക്തിക്കും ആ വീടിൻ്റെ ഉടമസ്ഥനും അത് 100% ബാധകമായി തീരും. ഇത് ചില വ്യക്തികൾ അറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വാടക വീട്ടിൽ താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവങ്ങൾ വരുമ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് ചിന്തകൾ വരിക. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു സുഹൃത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരു ഫാക്ടറിക്ക് വാസ്തു കാണാനായിട്ട് ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് തമിഴ്നാട് ബോർഡറിലായിട്ട് വരും, കേരള ബോർഡർ തമിഴ്നാടിൻ്റെ അടുത്തായിട്ട്. സുഹൃത്ത് മുഖാന്തരമാണ് അവിടേക്ക് പോകേണ്ട ഒരു ബുക്കിംഗ് ആയിട്ട് വന്നത്. സത്യത്തിൽ ആ വ്യക്തി ആ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണിത്. ആ സുഹൃത്ത് അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വാടകയ്ക്ക് താമസിക്കുന്ന ആ വാടക വീടിൻ്റെ ഓണർ ആ പഴയ വീട്ടിൽ നിന്ന് താമസം മാറിയിട്ട് ഒരു 6 വർഷത്തോളമായി. അദ്ദേഹം ഒരു പാർട്ടിപരമായിട്ടും അങ്ങനെ പല പല ബിസിനസ്സായിട്ട് ആൾ നല്ല ഉയർച്ചയിൽ ഒരു കൊട്ടാരം പോലത്തെ വീടും ഇതൊക്കെ ആയിട്ട് ഉള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, തറവാട് വീട്ടിലാണ് ഈ ആളുടെ സുഹൃത്തായ വ്യക്തി വാടക താമസം തുടങ്ങിയത്. ഒരു 5 വർഷത്തോളം താമസമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഫാക്ടറി എന്തെങ്കിലും തുടങ്ങാനായിട്ട് നോക്കിക്കോ, എന്നെക്കൊണ്ട് ആവുന്ന സഹായം ചെയ്തു തരാമെന്നും പറഞ്ഞ് ആൾക്കൊരു വാക്ക് കൊടുത്ത ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു 1.5 ഏക്കറോളം ഉള്ള പറമ്പിൽ ഫാക്ടറി പണിയാനായിട്ട് ഇദ്ദേഹം ആൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം അതിനുള്ള മെഷീനറി സാധനങ്ങൾക്കൊക്കെ ഓർഡറൊക്കെ കൊടുത്ത്, കടയിലും വള്ളയിൽ സ്വന്തമായിട്ട് പൈസ കയ്യിൽ കാശൊന്നുമില്ല, ഓർഡർ കൊടുത്ത് ആദ്യം തന്നെ വന്നത് വലിയൊരു ജനറേറ്ററാണ്. ആ കമ്പനിയിലേക്ക് ആവശ്യമായ ജനറേറ്ററാണ്. ഇദ്ദേഹം ഈ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചത് വാടകയ്ക്ക് താമസിക്കുന്ന, അതായത് സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയൊക്കെ വെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങോട്ട് സ്ഥാനം കാണാൻ പോകേണ്ട ഒരു ഡേറ്റൊക്കെ അടുക്കാറായി. ഒരു ദിവസം ആ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അദ്ദേഹം ആകെ വിഷമത്തിലാണ്. ആളിപ്പോഴും ഹോട്ടലിൽ ഒരു 3-4 ദിവസമായിട്ട് ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ്. നാട്ടുകാരുടെ ഈ വായ്പ വാങ്ങിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ സുഹൃത്ത് അറിയിച്ച്. അപ്പോൾ നമ്മളെന്നാൽ അതിനെക്കുറിച്ചൊന്നും അറിയാമെന്ന് വെച്ചിട്ട് സുഹൃത്ത് മുഖാന്തരം ഞങ്ങൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി. ആൾ റൂം എടുത്തിട്ട് 2 ദിവസമായി. സത്യത്തിൽ ആൾക്ക് ആത്മഹത്യക്കുള്ള പ്രേരണയിലാണ് ആൾ അവിടെ റൂം എടുത്ത് താമസിക്കുന്നത്. കാരണം ചോദിച്ചു വന്നപ്പോൾ ആൾ പറഞ്ഞിങ്ങനെ, ഇദ്ദേഹത്തിന് ഫാക്ടറി തുടങ്ങാനായിട്ട് ഏർപ്പെടുത്തിയ പറമ്പിൻ്റെ ഒരു വാടക ചീട്ട് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ വാടക കരാർ എഴുതി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. കൊട്ടാരം പോലത്തെ വീടായിരുന്നു സുഹൃത്തിൻ്റെ വീട്. പോകുമ്പോൾ അവിടെ പോലീസും ഒരുപാട് ജനങ്ങളായിട്ട് അവിടെ ആ വീടിൻ്റെ മുൻവശത്തുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് വിജിലൻസുകാരൻ്റെ റെയ്ഡാണെന്ന്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സും കാര്യങ്ങളും പാർട്ടിപരമായിട്ടും കുറേ ഇതൊക്കെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു വിജിലൻസിൻ്റെ ഒരു അന്വേഷണങ്ങളൊക്കെ അവിടെ നടന്നു. ഇദ്ദേഹം പോയിച്ച് പറഞ്ഞിങ്ങനെ, ഞാനിങ്ങനെ ആളുടെ ഒരു പറമ്പിലെ ഫാക്ടറി പണിയാനായിട്ട് അതിൻ്റെ അനുവാദം കിട്ടാനായിട്ട് എഗ്രിമെൻറ്റ് പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ ഒരു വ്യക്തി പറയുന്നത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ ആദ്യം പിടിച്ച് അകത്താക്കുന്നത് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു. പക്ഷെ അങ്ങനെ അദ്ദേഹം പോയ ആകെ നിരാശനായ അദ്ദേഹം പോയത് ഈ ഹോട്ടലിലേക്കാണ്. വാടകയ്ക്ക് 2-3 ദിവസം താമസിച്ച് എന്തെങ്കിലും ആത്മഹത്യക്കുള്ള ഒരു പ്രവണതയാണ് ആൾക്ക് ആ സമയത്ത് ആൾക്ക് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞ്, അവിടെ പോയി അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് നോക്കി പിടിച്ച് വന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി, വാടക വീട്ടിലേക്ക് പോകുമ്പോഴാണ്
ഒന്നും അറിയാതെ അയാളുടെ ഭാര്യയും മക്കളും വയസ്സായൊരു അമ്മയും ഇവരിതൊന്നും അറിയാതെ ആ വീട്ടിലെ ജീവിച്ചു പോവുകയാണ്. 2-3 ദിവസം ഇദ്ദേഹത്തെ കാണാതെ വിഷമത്തിലായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ട്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇദ്ദേഹം കൊണ്ടുവന്ന് ആ ജനറേറ്റർ കൊണ്ടുവന്ന് ഇറക്കിയ സ്ഥലം വാടക വീടിൻ്റെ ഈശാന്യ കോണിലെ അവിടെ കൊണ്ട് ഇറക്കി വെച്ച് ടാർപ്പായൊക്കെ ഇട്ട് മൂടി വലിയൊരു ഭാരപ്പെട്ടൊരു അവസ്ഥയായിരുന്നു ആ ഈശാന്യം, അതായത് വടക്ക് കിഴക്കേ മൂല. സത്യത്തിൽ വേറൊന്നും ആലോചിച്ചില്ല, അദ്ദേഹത്തോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറ്റണം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് ക്രെയിനൊക്കെ കൊണ്ടുവന്ന് ആ ജനറേറ്റർ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പായി. ജനറേറ്റർ മാറ്റിയത് വേറൊരു പറമ്പിലേക്കായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ അല്ല, ഇദ്ദേഹം പണിയാൻ ഉദ്ദേശിച്ച പറമ്പിലേക്കല്ല. മറ്റൊരാളോട് തൊട്ടപ്പുറത്തെ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഇറക്കി കുഴപ്പമില്ലെന്ന്. ഈ ജനറേറ്റർ നേരെ കൊണ്ടുപോയി വെച്ചത് ആ പറമ്പിൻ്റെ കന്നിമൂലയിലായിരുന്നു, നൈരുതി മൂലയിലേക്ക് കൊണ്ടുപോയി ഇത് അവിടെ ആ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ച് ഞങ്ങൾക്ക് ക്രെയിൻ്റെ വാടകയൊക്കെ കൊടുത്ത് ഈ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോഴാണ് ആ പറമ്പിൻ്റെ ഓണർ ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾ ആരാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇതുപോലെ വന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഈ വാസ്തു എന്താണെന്നുള്ളത് സത്യത്തിൽ മനസ്സിലാവുന്നത്. അദ്ദേഹം ആ ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി അയാളുടെ പറമ്പിലേക്ക് ജനറേറ്റർ വെപ്പിക്കാനും അദ്ദേഹം തന്നെ വന്ന് പറയാണ് ഇങ്ങേർക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ആ പറമ്പിൽ തന്നെ ഫാക്ടറി തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അനുവാദം കൊടുത്തു. സത്യത്തിൽ ഒരു ജനറേറ്റർ, അതായത് ഒരു വാസ്തുവിലേക്ക് വന്ന ഭാരം എവിടെയെല്ലാം അത് ബാധിച്ചു എന്നുള്ളത് ഇതിൽ നിന്ന് സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ ഭാരം അവിടെ ആ വാടക വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലെ ഭാരപ്പെട്ട കാരണമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫാക്ടറിക്കുള്ള അനുവാദം കിട്ടാതെ പോയതും ആ വീടിൻ്റെ ഉടമസ്ഥന് അങ്ങനെ ഒരു അവസ്ഥ വരാനും അദ്ദേഹം ഒരു 15 ദിവസം കഴിഞ്ഞ് റിമാൻഡ് കഴിഞ്ഞ ആൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഈ സുഹൃത്തിനോട് പറയുകയും ചെയ്തു നിങ്ങൾ ഇനിയിപ്പോൾ അവിടുന്ന് വീട് മാറി താമസിക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ താമസിച്ചോ, കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ തന്നെ നിങ്ങൾക്ക് ഫാക്ടറി പണിത് ലെവലാക്കാന്നുള്ള ഒരു ഇത് പറയുമെങ്കിലും അന്ന് എങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് മറ്റൊരു പറമ്പിൽ അദ്ദേഹം വേറൊരു വ്യക്തി അനുവദിച്ച ആ പറമ്പിൽ തന്നെ ഇദ്ദേഹം ഫാക്ടറി പണി ആരംഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറയണത്. വാടക വീടായാലും സ്വന്തം വീടായാലും വാസ്തു രണ്ടുപേർക്കും ബാധകമാണ്. അത് കാരണം പരമാവധി വാസ്തു കുഴപ്പങ്ങളില്ലാതെ കുറവുകളും ഇല്ലാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരുപാട് പേര് വാടക അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ആ ഫാമിലിക്ക് അതായത് ഫ്രണ്ട് കിഴക്കും വടക്കും സൂര്യപ്രകാശം കിട്ടുന്ന വിധത്തിലുള്ള ഫ്ലാറ്റുകൾക്ക് മാത്രം അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ബാക്കിൽ അങ്ങനെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. മാത്രമല്ല അങ്ങനെ ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാകും. വാസ്തു കുറവ് അനുഭവപ്പെട്ട കാരണം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഒരുപാടുണ്ടാകും. പിന്നെ അങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നതിൽ പെൺകുട്ടികളാണെങ്കിൽ ആ ഫാമിലിക്ക് കുടുംബത്തിന് ജനിച്ചിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു പരിധിവരെ ഈ വാസ്തു ദോഷം കുറഞ്ഞ ലെവലായിരിക്കും അവർക്ക് ഉണ്ടാവുക. കാരണം പെൺകുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ഐശ്വര്യം നൽകുന്ന ഒരു ഇതാണ്. അത് കാരണം പെൺകുട്ടികളുള്ളിടത്തോളം കാലം അവരുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നിടത്തോളം കാലം ആ കുടുംബത്തിന് ഐശ്വര്യങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും. അവർ പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുമ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ ദോഷങ്ങൾ കാര്യമായിട്ട് അറിയാൻ കഴിയുന്നത്. അത് കാരണം വളരെയേറെ ശ്രദ്ധിക്കുക, അത്രയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ കണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങളും ഫോണിലൂടെയും വാട്സപ്പിലൂടെയും പ്ലാനുകൾ അയക്കലും സംശയങ്ങൾ തീർക്കലും എല്ലാം ചെയ്യുന്നവരാണ്. സത്യത്തിൽ ഇവർക്കെല്ലാം ഒരു വിഷമങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊരു 3 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലമായിരിക്കും, അതിലാണ് ഒരു വീട് പണിത് താമസിക്കുന്നവർക്ക്. ഇവർക്കൊരു നമ്മളെ കൊണ്ടുപോയ വാസ്തുപ്രകാരം അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു
മനസ്സിലുണ്ട്. പക്ഷേ ഇവർക്ക് നമ്മുടെ വീട് 3 സെൻറ്റ് ഒരു ചെറിയ വീട്, 5 സെൻറ്റ് ഒരു ചെറിയ വീട്, അങ്ങനെയുള്ളിടത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയി നോക്കിക്കുന്നതിലെ ഒരു വിഷമങ്ങളുണ്ട് സുഹൃത്തുക്കൾക്ക്. സത്യത്തിലെ സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വലിയ കോടീശ്വരന്മാരായാലും പണക്കാരായാലും ഇവരെല്ലാവരും കുടിലിൽ നിന്ന് ജീവിച്ച് വന്ന വ്യക്തികളാണ്, അല്ലാതെ കൊട്ടാരത്തിൽ ജനിച്ച് വളർന്നവരല്ല. കുടിലിൽ നിന്ന് ജീവിച്ച് വളർന്ന് കൊട്ടാരത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കുടിലിന് ആ വാസ്തുവിൻ്റെ ഗുണങ്ങളുള്ള കാരണം അവർ കൊട്ടാരത്തിലേക്ക് എത്തി. അതാണ് സത്യമായ കാര്യം. അപ്പോൾ അങ്ങനെ 3 സെൻറ്റാണ് 5 സെൻറ്റാണെന്ന് കരുതി വാസ്തു നോക്കാതെയും വാസ്തു കാര്യമാക്കി എടുക്കാതെയും വാസ്തു ദോഷങ്ങളോ അനുഭവിച്ച് ജീവിക്കുന്നതിലും ഭേദം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ഒരു ദോഷങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നിങ്ങളുടെ ദോഷങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും. അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾ ആ വാസ്തുദോഷങ്ങൾ തീർക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ.